2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ NDA മുന്നണി പ്രവേശനം ED അന്വേഷണത്തിനിടെ കോടികളുടെ വിദേശ നിക്ഷേപത്തിൽ സാബുവിനെതിരെ ഫെമ ചട്ടലംഘനത്തിന് ED കേസെടുത്തിരുന്നു. ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് 3 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായില്ല. മുഴുവൻ രേഖകളും ഹാജരാക്കിയതുമില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് 3 തവണയും സാബുവിനായി ഹാജരായത്. കേസിൽ EDയുടെ നടപടി കടുപ്പിക്കുന്നതിനിടെയാണ് 2020യുടെ NDA പ്രവേശനം. SS ശരണും TV പ്രസാദും ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ശരൺ, വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വളരെ പെട്ടെന്ന് നാടകീയമായി 2020യുടെ NDA പ്രവേശനം നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. അത് രാഷ്ട്രീയ കേരളത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സാബു ജേക്കബ് ഒരു തീരുമാനമെടുത്തു എന്നതിലായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം EDയുടെ 3 നോട്ടീസുകൾ സാബു ജേക്കബിന് കിട്ടി. ആ 3 തവണയും സാബു ജേക്കബ് പോയിട്ടില്ല. പകരം ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ് അയച്ചിരുന്നത്. ED നടപടി കടുപ്പിക്കുന്നതിനിടയിലാണ് NDAയിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ED നടപടി ഒഴിവാക്കാൻ വേണ്ടി NDAയിലെ രാഷ്ട്രീയ അഭയം തേടി എന്ന മട്ടിൽ ചില കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ശരൺ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 3 നോട്ടീസുകൾ ED സാബു ജേക്കബിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 തവണയും സാബു ജേക്കബ് EDക്ക് മുന്നിൽ ഹാജരായിട്ടില്ല. ഫെമ ചട്ടലംഘനം സാബു ജേക്കബിന് മുന്നിൽ ഒരു വലിയ ഭീഷണിയായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണോ ഈ 2020യുടെ NDA പ്രവേശം? ഗുഡ് മോർണിംഗ് ശരൺ, ഗുഡ് മോർണിംഗ് TV പ്രസാദ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് എത്തിച്ചേരേണ്ടി വരും. സമീപകാലത്ത് ഏറ്റവും വലിയ ചർച്ചകൾ നിറഞ്ഞ ഒരു കാര്യം കൂടിയാണ് 2020യുടെ NDA പ്രവേശനം. അതിന് കാരണമായിട്ട് 2020 ചീഫ് കോർഡിനേറ്ററായ സാബു എം ജേക്കബ് പറഞ്ഞിരുന്നത് BJPയുടെ വികസിത രാഷ്ട്രീയം അതാണ് തന്നെ അത് അനുകൂലിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് താൻ NDAയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഒപ്പം തന്നെ LDFും UDFും തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നുള്ള ആരോപണമാണ് അദ്ദേഹം NDAയിൽ ചേർന്നതിന് പിന്നാലെ പറയുകയും ചെയ്തിരുന്നത്. എന്നാൽ അത് തന്നെയാണോ കാരണമെന്നുള്ള വലിയ സംശയമാണ് ഇപ്പോൾ ED അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അവർക്ക് നേരത്തെ ഇത് സംബന്ധിച്ചൊരു സുപ്രധാനമായിട്ടുള്ള വിവരം ലഭിച്ചിരുന്നു. അതായത് ഈ സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന കിറ്റെക്സ് ഗ്രൂപ്പ് വിദേശത്ത് കോടികളുടെ നിക്ഷേപം നടത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് EDക്ക് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരത്തെ ഒരു ഫെമ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തത് നേരത്തെയാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷമാണ് അത് സംബന്ധിച്ചുള്ള നടപടികൾ അവർ ഊർജിതമാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 3 തവണ സാബു എം ജേക്കബിനെ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നത്. ആദ്യ തവണ നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം തന്റെ പ്രതിനിധിയായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയാണ്. അദ്ദേഹത്തോട് ED ഓഫീസിൽ പോയി കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നു. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൊച്ചി ഓഫീസ് EDയുടെ കൊച്ചി ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ സാബു എം ജേക്കബ് തന്നെ നേരിട്ട് ഹാജരാകണമെന്ന നിലപാടാണ് ED സ്വീകരിച്ചത്. പക്ഷേ 2 തവണ കൂടി നോട്ടീസ് നൽകിയിട്ടും സാബു എം ജേക്കബ്